അത് നക്ഷത്ര താരങ്ങളെ പോലെ കുത്താനും വെട്ടാനും സാധിക്കാത്ത, പോയി ചെന്നെത്താൻ സാധിക്കാത്ത അത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു പദവിയാണ് ഈ തരീഖത്ത്. ഇന്ന് ആർക്കും ചാടിക്കടക്കാവുന്ന ഒരു കമ്പൗണ്ട് വാൾ പോലെ മാറിയിരിക്കുകയാണ്. അപ്പോ അത് അത് നമുക്ക് പാടില്ല. അങ്ങനെയല്ല, നാം തരീഖത്ത് സ്വീകരിച്ചാൽ അതാണ് മഹാന്മാരായ ഫഖാദത്തു സൂഫി അഹ്ലു സുഫ ഫീ സമനി റസൂൽ ഫഅല ഫസ്ഫ കാനൂ അല തജ്രീദ് ആമിലീന വഅൻസിബ റഹ്മാൻ മൗജൂദീന. തരീഖത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത് യുവാക്കളെ, ചെറുപ്പക്കാരെ, സുലൂഖുൽ അദബ് എന്ന് പറഞ്ഞാൽ തരീഖത്തിലേക്ക് ആദാബു സുലൂഖ്, മശായിഖന്മാർക്ക് ചില ഫർദുകൾ, ചില നിബന്ധനകൾ, ഇന്ന വലിയ മശായിഖന്മാരാകാൻ പാടുള്ളൂ എന്ന്. അതേപോലെ സുലൂഖുൽ ആദാബു സുലൂഖ്, അതിലേക്ക് പ്രവേശിക്കുന്നവർക്കും ചില ആദാബുകളും മര്യാദകളും, കണ്ടവനും കേട്ടവനും അതിൽ ഞാനും തരീഖത്ത് എന്ന് പറഞ്ഞ് നടന്നാൽ തരീഖത്തല്ല, അത് തരീഖത്തല്ല. വോട്ടർ ലിസ്റ്റിൽ ആളെ ചേർക്കുന്നതല്ലല്ലോ തരീഖത്ത് എന്ന് പറഞ്ഞാൽ. തരീഖത്ത് എന്ന് പറഞ്ഞാൽ വോട്ടർ ലിസ്റ്റിൽ ആളെ ചേർക്കുന്നത് പോലെ ചേർക്കുന്നതല്ല. അതിന്റെ അഹ്ലുകാർക്ക് ആരാണ് ചേരണം, ആരെയാ ചേർക്കേണ്ടത്, എങ്ങനെയാ ചേർക്കേണ്ടത്, ആ ചേർക്കേണ്ടവർക്കുള്ള ഔസാഫുകളൊക്കെ എന്തൊക്കെയാണ്, അതിനുള്ള നിബന്ധനകളൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും. അതല്ലേ മശായിഖ്, അതല്ലേ ഷെയ്ഖ്, അതാണല്ലോ മുറബ്ബിയായ ഷെയ്ഖ്. അങ്ങനെയുള്ള നിബന്ധനകളെ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ കൊടുക്കാവുന്നവർക്ക് കൊടുക്കണം, കൊടുക്കാത്തവരെ തള്ളണം. ഇതാണ് ഞാനൊരിക്കൽ ഒരു അനുഭവം പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബാപ്പു മുസ്ലിയാർ എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പേര് കേട്ട ഒരു എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു മശായിഖന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം പരപ്പനങ്ങാടിയിൽ സാധാരണ ഞങ്ങൾ കൂട്ടുമൊരു ഉസ്താദിന്റെ അടുത്ത് പോകുന്ന സമയത്ത് പരപ്പനങ്ങാടിയിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരും. അവിടെ ഒരു ഹൽക്കയുണ്ട്, അൽബയാൻ പ്രസ്. അൽബയാൻ പണ്ട് ഇന്നൊക്കെ ഇതൊക്കെ പുതുതായിട്ടുള്ളതാണ്. പണ്ട് അൽബയാനാണ് സംസ്ഥയുടെ ആധികാരിക പ്രസ്. അൽബയാൻ പിന്നെ മാസിക ഇതൊക്കെ ഇറങ്ങുന്നത് അവിടെ നിന്നാണ്. അൽബയാനിൽ അവർ വരും. അൽബയാൻ അവിടെ ഒരു മദ്രസയുണ്ട്. ആ മദ്രസക്ക് നജൂമുൽ ഹുദ മദ്രസ, അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഹൽക്ക നടക്കും. അപ്പൊ ഞാൻ അവിടെ ഓതുന്ന ആളാണ്. നമ്മുടെ സ്നേഹിതൻ നമ്മുടെ പുതിയിടം മാറ്റക്കോയ ഹാജി, നങ്ങനെയും പൂക്കോയ ഹാജി, അല്ല പൂക്കോയ ഹാജി ഇല്ല, നങ്ങനെയും പൂക്കോയ ഹാജി ഇല്ല, ആറ്റക്കോയ ഹാജി പോലെയുള്ള എന്നോട് അവിടെ ഓതുന്ന കുറേ ആളുകൾ, ഞാൻ പോയിട്ടില്ല, എന്നോട് പോയ കുറേ ആളുകൾ അവിടത്തേക്ക് അവരോട് ബാപ്പു മുസ്ലിയാരോട് തരീഖത്തെടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ബാപ്പു മുസ്ലിയാർ ഇവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി കിതാബ് ഓതുക, നിങ്ങൾ പോയി ഇൽമു പഠിക്കും, നിങ്ങൾക്ക് ഇൽമു പഠിക്കേണ്ട സമയമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ തരീഖത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോ ബാപ്പു മുസ്ലിയാർ അവർ തിരിച്ചയച്ചു. തരീഖത്തിലേക്ക് ആളെ കൂട്ടാൻ പറ്റാത്തത് കൊണ്ടാണ്. തരീഖത്തിലേക്ക് ഇവർ കൂടണ്ടാന്ന് വെച്ചിട്ടാ, അവർ നല്ലവരാകണ്ടെന്ന് വെച്ചിട്ടാ. അവർ നല്ലവരാണെന്നുണ്ടെങ്കിൽ ആദ്യമായി ഇൽമും അറിവൊക്കെ വേണ്ടി എന്തെന്ന് വെച്ചിട്ട് ഇപ്പൊ നാം പടച്ചവനിക്ക് ആരാധിക്കുന്നത് ഈ ആരാധിക്കപ്പെടുന്ന പടച്ചവനെ അറിയാതെ, ആരാധിക്കപ്പെടുന്ന പടച്ചവൻ ആരെന്ന് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒന്നിന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ആവോ? നിങ്ങൾ പറയും. അപ്പോ ഒരു വിവാദത്തെടുക്കുന്നവനിക്ക് എന്തിനാണ് ഞാൻ വിവാദത്തെടുക്കുന്നത്, ആർക്കാണ് ഞാൻ വിവാദത്തെടുക്കുന്നത്? വിവാദത്തിന് ഇപ്പൊ നമ്മൾ വിവാദത്തിന് അർഹത ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പൊ വിവാദത്തിന് അർഹത ഉള്ളവനാണ്, അവന്റെ വിശേഷണങ്ങളൊക്കെ എന്ത്,
അവൻ എപ്പടിപ്പെട്ടവൻ, എങ്ങനെയുള്ള വിശേഷണമുള്ളവൻ എന്നൊക്കെ മനസ്സിലാക്കാണ്ട് ഏതെങ്കിലും പോയി ആർക്കെങ്കിലും ഭാഗത്തെടുത്താലാകും ഇല്ല. അപ്പൊ മഅബൂദിനെ മനസ്സിലാക്കണം. ഇത് ഒന്നാമത്തെ ശർത്താണ്. ഒരു തരീഖത്തിൽ പ്രവേശിക്കുന്നവൻ ആദ്യമായി ഇബാദത്ത് എടുക്കാൻ, ഇബാദത്ത് അവൻ എടുക്കപ്പെടുന്ന ഇബാദത്ത് ആർക്കാ എടുക്കുന്നത് അത് മനസ്സിലാക്കാണ്ട് പോയിട്ട് ഒരു കലക്ടർ ഇവൻ കലക്ടറാണെന്ന് അറിയാത്ത ഒരു കലക്ടറെ ബഹുമാനിക്കും. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു വലിയ ഉദ്യോഗസ്ഥൻ നമ്മുടെയൊക്കെ അറസ്റ്റ് ചെയ്യാനും ജയിലിലെടുക്കാനൊക്കെ അധികാരമുള്ള ഒരുത്തനാണ്. അവൻ അങ്ങനെയുള്ള ഒരു ഒരുത്തനാണെന്ന് ഇവനെ പറ്റി മനസ്സിലാക്കാതിരുന്നാൽ ഈ കലക്ടർ എന്ന് മനസ്സിലാകാത്തവനിക്ക് കലക്ടർ ആരാ? നടക്കുന്ന തിരുവിൽ നടക്കുന്ന ആടുമാടുകളെ പോലെ അല്ലാതെ കലക്ടർ അവൻ എന്ത് ബഹുമാനിക്കണം? അപ്പൊ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയെ ഇത് ഇന്നവനാണെന്ന് മനസ്സിലാകാത്തവർക്ക് ഇങ്ങനെ ബഹുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാം ഒരു ഇബാദത്തെടുക്കുന്നുണ്ടെങ്കിൽ ആ ഇബാദത്തല്ലേ നമ്മുടെ തരീഖത്തിന്റെ മുഖ്യമായ ആവശ്യം. നാം ദിക്ർ ചൊല്ലുന്നു, അത് ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, എല്ലാം ചൊല്ലുന്നതായിരിക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യപ്പെടുന്ന വ്യക്തി, ആ ചെയ്യപ്പെടുന്ന ആൾ, ആ ചെയ്യപ്പെടുന്ന സാധനം എന്ത് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്, അല്ലെ? ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈയാളിയിരുന്ന ഒരു സാധനം ഇപ്പൊ ബഹുമാനപ്പെട്ട ഇമാം സർഖസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ കാനത്തുല്ലാഹി കൗകബൽ മുനീറ അല്ലാന കാനത്ത് സാറത്ത് ഹായിതൻ തസീറ. ആർക്കും മറികടക്കാനുള്ള, ആർക്കും ചാടിക്കടക്കാനുള്ള ഒരു കമ്പൗണ്ട് വാൾ പോലെ ഇന്ന് തരീഖത്ത് ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കൾ, കൂടുതൽ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, സമയം പോകുന്നുണ്ട്, ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് നാം തരീഖത്തിൽ പ്രവേശിക്കണം. ശരി, തരീഖത്ത് അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ നാം കൊണ്ട് നടക്കേണ്ടതുണ്ട്. മശായിഖന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിൽ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യണം. അങ്ങനെ നല്ല ഒരു ആത്മാർത്ഥമായ ദീനിന്റെ കയമ്പ്, സാധാരണ ദീൻ തോലുമുണ്ട്, കയമ്പുമുണ്ട്. അതിന്റെ കയമ്പ് എനിക്ക് ലഭിക്കണം, ആ രീതിയിൽ എൻ്റെ ജീവിതം ഉണ്ടാകണം. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് തരീഖത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാതെ തരീഖത്ത് എന്തെന്നറിയില്ല, ദീൻ എന്തെന്നറിയില്ല, ഇബാദത്തെടുക്കപ്പെടുന്ന റബ്ബ് എന്തെന്നറിയില്ല, ഇബാദത്തെടുക്കേണ്ട ക്രമം എന്തെന്നറിയില്ല. അങ്ങനെയുള്ളവരൊക്കെ തരീഖത്ത് കൈയാളുന്നത് അത് അപകടകരമാണ്. കാരണം ജനങ്ങൾ, പാവപ്പെട്ട ആളുകൾ മനസ്സിലാക്കുന്നത് ഇതാണോ ഈ തരീഖത്ത് എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ കുറ്റം ആർക്കാണ്? നിങ്ങൾ ചിന്തിച്ചു, വലിയ തരീഖത്തുകാരനാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ മനസ്സിലാക്കി, ആ തരീഖത്തുകാരനായിക്കൊണ്ട് തന്നെ അവൻ വേണ്ടാത്തതും അതും ഇതും ഒക്കെ ചെയ്യുന്നു എന്ന് വെക്കാം. എന്നാൽ ആർക്കാ ഇതിന്റെ പേര് ദോഷം? ആർക്കാ പേര് ദോഷം? ഇവനാണ് തരീഖത്തുകാരൻ എന്ന് പറഞ്ഞു കൊണ്ട് തമാശയാക്കും ഹോട്ടലുള്ളവരൊക്കെ, അല്ലേ? അവർക്ക് മാത്രമല്ല എന്റെ കുറ്റം, അവർക്ക് മാത്രമല്ല കുറ്റം നടക്കുക, അല്ലാത്തവർക്കും തൊട്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാർ, നമ്മുടെ മശായിഖന്മാർ കാട്ടിത്തന്ന ഞാൻ ഒരു 15 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഇവിടെ വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലക്ഷദ്വീപിലാണ് തരീഖത്തിന്റെ കേന്ദ്രം. അന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ലക്ഷദ്വീപ് ആണ് സർവ്വ തരീഖത്തിന്റെയും കേന്ദ്രം. ഇന്ന് കേരളത്തിൽ കാണുന്ന ജലാലിയ തരീഖത്ത് എവിടെ നിന്ന് പോയി? എവിടെ നിന്ന് കിട്ടി? മഹാനായ മുഹമ്മദ് ജലാലുൽ ബുഖാരി അൽ കണ്ണൂരമി, കണ്ണൂരിൽ അടക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് മോലൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവർ കവരത്തിക്കാരനാണ്. വളരെയധികം ചരിത്രം പറയാറുണ്ട്. അവർക്ക് എവിടെ നിന്ന് കിട്ടി? മഹാനായ മുഹമ്മദ് ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവരുടെ ശിഷ്യന്മാരാണ്. അവരുടെ വളർത്തു മകനാണ് മഹാനായ ജലാലുദ്ദീൻ മോലൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി.
കണ്ണൂരിൽ അടക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിദേശത്ത് ഞങ്ങളൊക്കെ പോകുന്ന ശ്രീലങ്കയിലൊക്കെ വളരെ 300 പള്ളികൾ മഹാനായ മുഹമ്മദ് മൗല ബുഖാരി കണ്ണൂരിൽ അടക്കപ്പെട്ടിരിക്കുന്ന ജലാലുദ്ദീൻ മൗല ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പേരിൽ ഒരു 300ഓളം പള്ളികൾ അവരുണ്ടാക്കി. ഗ്രാമങ്ങളിലെല്ലാം പോയി പരിശുദ്ധ ദീനിനെ ഹയാത്താക്കി. അവിടങ്ങളിലൊക്കെ ദീനിനെ സ്ഥാപിച്ചു, പള്ളി സ്ഥാപിച്ചു. അവിടത്തുകാരെ ഇസ്ലാം പ്രബോധനം ചെയ്തു, അവിടത്തുകാരെ ഹിദായത്താക്കി, അവരെ ദീനിലേക്ക് നയിച്ചു. അങ്ങനെയുള്ള മൗല ബുഖാരി മഹാനായ നമ്മുടെ എല്ലാ ദ്വീപുകളിലും ഖാദിരിയ, റിഫാഇയ, റാത്തിബുകളുണ്ട്. ആരാണ് വന്നത്, എങ്ങനെ കൊണ്ടുവന്നത് നിങ്ങൾക്കറിയോ? മഹാനായ മുഹമ്മദ് ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ഇങ്ങനെയുള്ള മശായിഖന്മാർ ജീവിച്ച നാടാണ് നമ്മുടെ നാട്. അതുപോലെ മഹാനായ മൗല ബുഖാരി നാം ഇന്ന് ഇവിടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം നാം പോകുന്ന സമയത്ത് സാധാരണ മംഗലാപുരത്തിൽ നിന്ന് പള്ളിയിൽ നിന്ന് ജുമാഅത്ത് പള്ളിയിൽ ഇറങ്ങിപ്പോകുമ്പോൾ തെക്കേ ചെരുവിൽ ഒരു വളച്ചു കെട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്ബറ കാണാം. അതിൻ്റെ മുമ്പിൽ മഹാനായ മുഹമ്മദ് ഖാസിം തങ്ങളുടെ മകൻ്റെ മകനായ അബൂ സാലിഹ് തങ്ങളുടെ മകനായ മുഹമ്മദ് അതും ഒരു ബുഖാരിയാണ്. മൗല ബുഖാരി എന്ന് പറയുന്ന മൂപ്പർക്കും പേര്. ഇവരൊക്കെ മഹാനായ കുന്താപ്പുറം യൂസുഫ് വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി അവർ മഹാനായ മുഹമ്മദ് ഖാസിം തങ്ങളുടെ മുരീദാണ്. മുഹമ്മദ് ഖാസിം തങ്ങളുടെ മകനാണ്. അങ്ങനെ അവരും അവരുടെ കുടുംബങ്ങൾ, അവരുടെ പരമ്പരകൾ ലക്ഷദ്വീപിൽ മുഴുവൻ, അതുപോലെ കേരളക്കരയിൽ, വിദേശത്ത് പോലും അവരാണ് ഈ തരീഖത്ത് കൊണ്ടുനടന്ന് തരീഖത്തിനെ വ്യാപിപ്പിച്ചതും യഥാർത്ഥമായ തരീഖത്ത് വ്യാപിപ്പിച്ചതും അതിനെ സംരക്ഷിച്ചതും അതിനെ കൊണ്ടുനടന്നതും ആളുകളാണ്. ലക്ഷദ്വീപിലാണ് എല്ലാ തരീഖത്തും പോയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മുടെ മശായിഖന്മാർ നമുക്ക് കാട്ടിത്തന്ന യഥാർത്ഥമായ റൂട്ടിലൂടെ സഞ്ചരിക്കുവാൻ, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടവരാതെ യഥാർത്ഥമായ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന യഥാർത്ഥമായ ഒരു തരീഖത്തിന്റെ ഹിലുകാരിൽ അള്ളാഹു നാം ഇവരെയും ആക്കി തീർക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുപ്പക്കാർ പല വിധത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. തരീഖത്ത് എന്ന് പറഞ്ഞുകൊണ്ട്, വായു കൊണ്ട് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കാട്ടിക്കൂട്ടി നടന്നാൽ പോരാ. അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങി യഥാർത്ഥമായ ഒരു തരീഖത്തിന്റെ ഹിലുകാരിൽ അള്ളാഹു നാം ഇവരെയും ആക്കി തീർക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ യോഗം അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.